ഇന്ന് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വന്ന വിശേഷങ്ങളാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങിയത്. രാവിലെയൊക്കെ നല്ല വെയിലല്ലേ, അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ RKG നെയ്യിൻ്റെ വക എല്ലാവർക്കും വീശറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടല്ലേ, അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയൊരു 3 എണ്ണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ചാർജ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി സാധാരണ എല്ലാ വർഷത്തെ പോലെ തന്നെ ആദ്യം ബെഡ്ഷീറ്റിൻ്റെ ഷോപ്പ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ ഷോപ്പുകൾ ഇങ്ങനെ കണ്ട് കണ്ട് നടന്നു. ഈ ഷോപ്പ് കണ്ടോ, ഇത് നമ്മുടെ 80-90 കിഡ്സിൻ്റെ പഴയ ഓർമ്മകളുടെ മിഠായി, പണ്ട് കാലത്തെ മിഠായികളുടെ ഷോപ്പാണ്. അവിടെ നിന്ന് ഞങ്ങൾ 2-3 എണ്ണം വാങ്ങിച്ചു. അങ്ങനെ അതാ ഞങ്ങൾ പിന്നെയും നടത്താൻ തുടങ്ങി. അപ്പോൾ കുട്ടികളുടെ ഒരു ഷോപ്പ് കണ്ടു, കളറിങ് ചെയ്യണത്. അപ്പോൾ മോളുള്ളതുകൊണ്ട് ഞങ്ങളും അവിടെ നിന്നു. കുറേ നേരം അത് കാണിച്ചു തരികയൊക്കെ ചെയ്തു. നല്ല കുട്ടികളായിരുന്നു, നല്ലോണം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു പാക്കിന് 200 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു. നല്ല സാധനം തന്നെയാണ്, പക്ഷെ അവർ ചെയ്യുന്ന ഒരു പെർഫെക്ഷനിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ചെറിയൊരു എൻട്രി ഫീസ് 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഫിഷ് പിന്നെ മത്സ്യകന്യക ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കയറി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ തരം ഫിഷുകളുണ്ടായിരുന്നു. പിന്നെ മത്സ്യകന്യകനെ കണ്ടു, കുറേ നേരം നോക്കി നിന്നു, നല്ലോണം എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചു നമ്മളെ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കയറാൻ പറ്റിയ റൈഡുകൾ, പിന്നെ ഗെയിംസുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഗെയിം കളിച്ചു. 50 രൂപയാണ് ഗെയിം കളിക്കാൻ. അങ്ങനെ ബോൾ എറിയുന്ന നമ്പേഴ്സുകളിൽ അപ്പോൾ 18-ന് മേലെ കൂട്ടിക്കഴിഞ്ഞാൽ 18-ന് മേലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റുകളുണ്ടാവും. 18, 19, 20 അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് കിട്ടുന്നത് ആ ഗിഫ്റ്റാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 13 കിട്ടിയത്. അങ്ങനെ ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഷോപ്പിൽ കയറി. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പാവ് ബജി വാങ്ങിച്ച്, മോൾക്ക് പിന്നെ പാനിപ്പൂരി മതി എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു. അങ്ങനെ രണ്ടും ചെറുതായി ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ റൈഡുകളുടെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. 100 രൂപയാണ് ഒരാൾക്ക് കയറാൻ. അങ്ങനെ മോളെ ഒറ്റയ്ക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനും കയറി. അങ്ങനെ ട്രെയിനിൽ കുറേ റൗണ്ട് അടിച്ചു കേട്ടോ. ഞങ്ങളവിടെ ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു റൈഡ് കണ്ടേ, അതിൽ കയറിയവരൊക്കെ നല്ലോണം കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അതാ പൊട്ടാറ്റോ സ്പ്രിങ്, അപ്പോൾ അതും മോള് വേണമെന്ന് പറഞ്ഞ് പിന്നെ അതും വാങ്ങിക്കൊടുത്ത്. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയും ദൂരം നടന്ന് ക്ഷീണം പിടിച്ചുകൊണ്ട് ഇത്തിരി സ്പീഡ് കൂട്ടി കടകളിലൊന്നും കയറിയില്ല. അവിടെ നടക്കുമ്പോഴാണ് മറ്റേ ISROൻ്റെ ചെറിയൊരു പ്രദർശനം കണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി. അവിടെ ഫ്രണ്ടിൽ തന്നെ ഫ്രെയിമും ഉണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ അതിൻ്റെ ഉള്ളിലും അതെ, നമുക്ക് ചന്ദ്രനിൽ പോയ പോലെയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ചെറിയൊരു സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ക്രീന്. അപ്പോൾ നമ്മളവിടെ ക്യാമറയുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ നമുക്ക് പറഞ്ഞു തരും എവിടെയാണ് നോക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് നമുക്ക് അതിനുള്ള തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അധികം അവിടെ നിന്നില്ല. ഞങ്ങൾ വേഗം തന്നെ പുറത്തിറങ്ങുമ്പോൾ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. 9:00-ക്ക് ശേഷം കയറ്റുന്നില്ല എന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അങ്ങനെ ഇതാ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ ഈ വർഷത്തെ എക്സിബിഷൻ കാണാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിച്ചെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.